യോബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? യോബ് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും എന്ന് ദൈവം യോബിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. താൻ അങ്ങനെയായിരുന്നു. ഒരു ദിവസം തൻ്റെ ആത്മാർത്ഥതയിൽ, തൻ്റെ വേദനയിൽ, അല്ലെങ്കിൽ തൻ്റെ കഷ്ടതയിൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ താൻ ഒരു സുഭാഷിതം ചൊല്ലി. യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 2-ാം വാക്യം. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു ദിവസം എനിക്ക് അനർത്ഥം നേരിട്ടെങ്കിലും ആ അനർത്ഥത്തിന് മുൻപ് പണ്ടത്തെ നാളുകളിൽ ദൈവം എന്നെ വാതിലടച്ച് സൂക്ഷിക്കുന്ന, വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദിവസങ്ങളുണ്ടായിരുന്നു. ആ ദിവസങ്ങളെക്കുറിച്ച് യോബിന് നല്ലൊരു സാക്ഷ്യമുണ്ട്. എന്നാൽ അനേക പരിശോധനകളിൽ കൂടെ കടന്നുപോയ യോബ്, കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ യോബ്, അനേക പരീക്ഷകളിൽ താൻ താണുപോകുന്ന അവസ്ഥയിൽ ആയ യോബ് തൻ്റെ പണ്ടത്തെ നാളുകളെ ഓർത്ത് താൻ ഓരോ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് താൻ അനുഭവിച്ച അനേക നന്മകളെക്കുറിച്ച് താൻ ദൈവസന്നിധിയിൽ ഓർത്ത് സുഭാഷിതം ചൊല്ലുകയാണ്. കീഴോട്ടുള്ള വാക്യങ്ങളിൽ അനേക സുഭാഷിതങ്ങൾ ദൈവം തന്നെ കാവൽ ചെയ്തതായ അനേക സംഭവങ്ങളെക്കുറിച്ച് യോബ് വിവരിക്കുന്നുണ്ട്. ആ വിവരണത്തിൽ ഒരു വിവരണം അല്ലെങ്കിൽ ഒരു പരാമർശം ദൈവത്തിൻ്റെ ആത്മാവെടുത്ത് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി തരുന്നു. യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 24-ാം വാക്യം. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും. എൻ്റെ മുഖപ്രസാദം അവർക്ക് വിലയേറിയതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ യാതൊരു വഴിയും ഇല്ലാതെ പ്രയത്നങ്ങൾ തോൽവി അടയുന്ന സമയത്താണ് നിരാശ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആശിക്കുന്നത് കിട്ടത്തില്ല. നമ്മൾ പ്രത്യാശിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെന്നെത്തുവാൻ കഴിയുകയില്ല. അനേക പ്രയത്നങ്ങൾ നമ്മൾ ചെയ്തിട്ടും തോൽക്കാതെ ആ ആഗ്രഹത്തിന് വേണ്ടി, പ്രതീക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആ ഉന്നതത്തിൽ എത്തുന്നതിന് വേണ്ടി നമ്മൾ ചെലവിട്ടതും ചെലവായിപ്പോയതുമായിട്ടുള്ള അനേക പ്രയത്നങ്ങളുടെ നിരകളെ നമ്മൾ ചിന്തിച്ച് ഒടുവിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, അത് നിനക്ക് ലഭ്യമല്ല, അത് നിനക്ക് കിട്ടുകയില്ല, അത് നിനക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരവസ്ഥയിൽ മനുഷ്യനെത്തുമ്പോൾ ആ മാനസിക അവസ്ഥയാണ് നിരാശ എന്ന് പറയുന്നത്. അങ്ങനെ നിരാശ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആ നിരാശ വർദ്ധിച്ച് അവൻ ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീരും. നിരാശയോടുകൂടിയുള്ള ഒരു ജീവിതം, ആ ജീവിതം വളരെ അപകടകരമാണ്. മറ്റുള്ളവരെയും അവൻ അപകടപ്പെടുത്തും, അവനെ തന്നെ അപകടപ്പെടുത്തും. നിരാശയിൽ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. കാരണം അവൻ ഒരിക്കലും അത് പ്രാപിക്കുവാൻ കഴിയുകയില്ല. പ്രത്യാശിക്കുന്നത് ചെന്നെത്തുവാൻ കഴിയുന്നതില്ല. അവൻ്റെ പ്രയത്നങ്ങൾ നിഷ്ഫലമെന്ന് വരുന്നു. അവൻ്റെ ചെലവുകളൊക്കെ പാഴായിപ്പോയെന്ന് വിചാരിക്കുന്നു. അവൻ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനകരമായ ഒരു മുഖഭാവം അവനുണ്ടായി. അവൻ്റെ ജീവിതം ഇരുളടഞ്ഞു. അവനെ സ്നേഹിച്ചവരെല്ലാവരും അവനെ കൈവിട്ടു. അവന് വേണ്ടി സംസാരിക്കുന്നവർ ആരുമില്ല. എല്ലാവരും അവനെ നോക്കി പരിഹസിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് എന്താണ് സംഭവിക്കുന്നറിയാമോ? മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരാശ വർദ്ധിച്ചു വരും. നിരാശയോട് നിരാശ. അവർ ഊമനടിക്കും, ആരോടും അധികം സംസാരിക്കുകയില്ല. അങ്ങനെ ഒരു നിരാശ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു പൈശാചിക സ്വഭാവത്തിലേക്ക് അവർ വഴുതി വീഴും. അങ്ങനെ വഴുതി വീഴ് കഴിഞ്ഞാൽ അവനെ തന്നെ അപായപ്പെടുത്തുന്നതിന് ഉള്ളതായ വഴികളെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ അവനെ തന്നെ അപായപ്പെടുത്തുന്നതിന് മുൻപ് ആരെയെങ്കിലുമൊക്കെ അപായപ്പെടുത്തണമെന്നുള്ള ഒരു ദുർവിചാരം അവൻ്റെ ഹൃദയത്തിൽ ഉരുവായി വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മനുഷ്യൻ മറ്റുള്ളവർക്ക് അപകടകാരികളായി മാറും. അവനെക്കൊണ്ട് ആ നിരാശയുടെ മുഖത്തെ കൈകാര്യം ചെയ്യുവാൻ അവന് കഴിവില്ല എന്ന് വരുമ്പോൾ അവൻ അനേക ലഹരിക്കടിമയാകും. ലഹരിയെ ആശ്രയിക്കുന്നു.
ആ ലഹരിയിൽ കൂടെ ആ നിരാശയെ അവന് തരണം ചെയ്യുവാൻ കഴിയും എന്നുള്ളതായ ഒരാഗ്രഹത്തിൽ അവൻ്റെ ജീവിതം അല്പനാളുകൾ കൂടെ മുന്നോട്ട് കൊണ്ടുപോയേക്കാം. ഒന്നിൻ്റെ പുറകെ ഒന്നായി ലഹരികൾ അവനെ കീഴടക്കുന്നു. ഒരു ലഹരിക്കും തൃപ്തിയാക്കാൻ കഴിയാത്തതായ ഒരു വല്ലാത്ത ഒരു കഷ്ടമായ ദരിദ്രമായ അനുഭവത്തിലേക്ക് മനുഷ്യനെ വലിച്ചിഴക്കി പോകുമ്പോൾ ഇനിയും മറ്റൊരിടത്തും രക്ഷയില്ല, ഒരു വഴിയുമില്ല എന്നുള്ളതായ ഒരു പദവി എത്തുമ്പോഴാണ് അവൻ അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ഇവിടെ ഒരു പ്രത്യേകമായ ഒരു വലിയൊരു പ്രകാശനം നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. ഒന്നുകൂടെ നമുക്ക് 24-ാം വാക്യം വായിക്കാം. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രകാശനം ഒരു മനുഷ്യനിലേക്ക് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് വരികയാണ്. അവനൊരു പുഞ്ചിരിയെ കാണുന്നു. ആരാണെന്നറിയാമോ? ദൈവം, ദൈവത്തിൻ്റെ ശക്തി, അദൃശ്യമായ ശക്തി. അവൻ ദൈവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവം ഒരു പുഞ്ചിരിയോടുകൂടെ, ആ പുഞ്ചിരിക്ക് ചില പ്രത്യാശയുണ്ട്, ആ പുഞ്ചിരിക്ക് ചില അർത്ഥമുണ്ട്. അതിനുശേഷം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ മുഖപ്രസാദം അവർക്ക് വിലയേറിയതായിത്തീരുന്നു. നോക്കൂ, ഒരു മനുഷ്യൻ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നിരാശയിൽ മുഴുകിയിരിക്കുമ്പോൾ അവൻ്റെ ജീവിതം അവന് വിലയേറിയതായി തോന്നുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ വിലയുള്ളതായിട്ട് അവനൊന്നും കാണുകയില്ല. ഒരുപക്ഷെങ്കിൽ അവൻ സമ്പന്നനായിരിക്കാം, അവനൊരു പ്രമുഖനായിരിക്കാം, ദേശത്ത് അറിയപ്പെട്ടവനായിരിക്കാം. പക്ഷെങ്കിൽ നിരാശ എന്ന ഒരു പൈശാചിക വലയം അവനെ മൂടി. അവൻ അതിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. മറ്റുള്ളവരുടെ അട്ടഹാസവും ചിരിയും അവന് കൂടുതൽ കൂടുതൽ കോപത്തെ ജനിപ്പിക്കുന്നു, കൂടുതൽ കൂടുതൽ അമർഷതയെ ജനിപ്പിക്കുന്നു. എന്നാൽ നീതിയോടെ ഇടപെടുന്നതായ ഒരു ദൈവം, നീതിമാനായ ഒരു ദൈവത്തിൻ്റെ പുഞ്ചിരി ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് പ്രകാശിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇതാ അവൻ വിലയേറിയ അനേക കാര്യങ്ങളെ അവൻ്റെ ജീവിതത്തിൽ കാണുവാനുള്ളൊരു മുഖപ്രകാശ രക്ഷയായിട്ട് അത് മാറുന്നു. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വില. നിരാശപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ തേജസ്സിനെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ തേജസ് അവൻ്റെ ജീവിതത്തിൽ ഒരു വിലയുള്ള വസ്തുവായിട്ട് അവന് തോന്നും, ഒരു രക്ഷയുള്ള താണിയായിട്ട് അവൻ്റെ മുൻമേൽ പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മനുഷ്യനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് എല്ലാവരോടും പറഞ്ഞതായ ഒരു കാര്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിരാശയുണ്ട്, നിങ്ങളെ നിരാശയുടെ പാതയിലേക്ക് നയിക്കുന്ന അനേക വഴികളുണ്ട്. പക്ഷെങ്കിൽ കലങ്ങരുത്, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, അധൈര്യപ്പെടരുത്, നിങ്ങൾ വിഷമിച്ചു പോകരുത്. എന്തെന്നാൽ ആ ഒരു നിരാശയുടെ പാതയെ ഞാൻ തരണം ചെയ്തു. കർത്താവ് പറയുകയാണ്, ഞാൻ അതിനെ ജയിച്ചു. എങ്ങനെ ജയിച്ചു? ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു. ഇതാ പിതാവേ, ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ പിതാവ് അവനോട് പറഞ്ഞു, സാരമില്ല, അവർ നിന്നെ ക്രൂശിച്ചാലും നിന്നെ കൊന്നാലും കൊന്നടക്കിയിരുന്നാലും ശരി, 3-ാം ദിവസം ഞാൻ നിന്നെ അവരുടെ മുൻപിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിൻ്റെ ശത്രുക്കൾ നിന്നെ നിരാശപ്പെടുത്തുന്നതായ അനേക പ്രവൃത്തികളുടെ മുൻപിൽ നിന്നെ അവതരിപ്പിച്ചേക്കാം. നിൻ്റെ മുഖത്ത് അങ്ങനെയുള്ളതായ അനേക കഷ്ടങ്ങളുടെ കാഴ്ചകൾ നീ കണ്ടേക്കാം. നിന്നെ ഒരിക്കലും ഇനിയും ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്നുള്ളതായ ഒരു ചിന്ത നിന്നെ ഭരിച്ചേക്കാം. നിൻ്റെ ചെലവുകൾ, നീ ഇട്ട ചെലവുകളെല്ലാം നന്നായി വരേണ്ടതിന്, ഉയർന്നു വരേണ്ടതിന്, നിൻ്റെ കുഞ്ഞുങ്ങളെ നന്നാക്കുവാൻ, നിൻ്റെ കുടുംബത്തെ നന്നാക്കുവാൻ, നിന്നെ നന്നാക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ നീ എന്തുമാത്രം ചെലവുകൾ ചെയ്തു, അതെല്ലാം വീണായിപ്പോയ ചില സമയങ്ങൾ കാണാം. ഇതാ കർത്താവ് നിൻ്റെ അടുത്ത് വന്ന് ഒരു പുഞ്ചിരിയോടുകൂടെ നിന്നെ സമീപിക്കുകയാണ്. എന്താണെന്നറിയാമോ? നീ അധൈര്യപ്പെടരുത്, നീ ക്ഷീണിച്ചു പോകരുത്, നീ വിഷമിക്കരുത്, നിനക്കാരുമില്ലെന്നുള്ളതായ ഒരു ചിന്ത നിൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്കെല്ലാവരും ഉണ്ടെന്നുള്ളതായ
ആ ചിന്തയാണ് ഒരുപക്ഷെങ്കിൽ നമ്മളെ കൂടുതൽ കൂടുതൽ അനർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ നമുക്കാരുമില്ല എന്നുള്ളതായ ഒരു ചിന്ത നമ്മൾ അടിസ്ഥാനപരമായി വരുമ്പോൾ ദൈവം നമ്മുടെ സാന്നിധ്യമായി വരും. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് രക്ഷിക്കുവാൻ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ജനമായി മാറുവാൻ കഴിയുക. അവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വിലയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നാം വായിച്ച വാക്യം ഒന്നുകൂടെ നോക്കുക. എൻ്റെ മുഖപ്രസാദം അവർക്ക് വിലയേറിയതായി മാറി. നോക്കൂ, ആരും ചിരിക്കുവാനില്ലാത്ത സ്ഥാനത്ത് ദൈവം ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ, എല്ലാവരും നമ്മളെ പരിഹസിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരു വ്യക്തി, ഒരു വിലയേറിയ വ്യക്തി, മാന്യനായ വ്യക്തി വന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് ആ കാഴ്ച നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ പുഞ്ചിരി നമുക്കൊരാശ്വാസം തരുന്നുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, അവൻ്റെ സാന്നിധ്യത്തിലുള്ള ചിരി നമ്മളെ എത്രമാത്രം വലിയ പ്രത്യാശയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും. അത് നമ്മുടെ കഷ്ടങ്ങളെ മാറ്റും, നമുക്ക് പ്രത്യാശ തരും. നമുക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളതായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മുടെ കഷ്ടങ്ങൾ മാറുവാൻ തുടങ്ങുന്നതായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ വേദന അല്പാൽപമായി നമ്മളെ വിട്ടുപോകും. എന്നാൽ നമുക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളതായ ചിന്ത വരുമ്പോൾ നിരാശയോട് നിരാശ. നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അവരിൽ നിന്നും കിട്ടിയില്ല. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങളിലൊന്നും അവരിടപെട്ടില്ല. അവരെല്ലാം അവരവരുടെ കാര്യം നോക്കിപ്പോയി. ഒടുവിൽ നമ്മൾ തന്നെ ഒരു തീരത്ത് അവശേഷിച്ചു. ആ അവശേഷണം നമുക്ക് നിരാശ തന്നെ കൊണ്ടുവന്നു. മുൻപിൽ ചെങ്കടൽ, അല്ലെങ്കിൽ ആഴമേറിയ കടൽ, ഇല്ലെങ്കിൽ ഒരു നദി, പുറകിൽ ഒരു വലിയ വനാന്തരീക്ഷം, മേലെ നോക്കിയാൽ ആകാശം, മരുഭൂമിയുടെ അവസ്ഥ, വരുമാനങ്ങളൊന്നുമില്ല, എങ്ങനെ ചരിക്കണമെന്നറിയത്തില്ല, കുടിക്കുവാൻ വെള്ളമില്ല, ഉടുക്കുവാൻ തുണിയില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപകരമായ ലജ്ജാപരമായ ആ ഒരു ശാരീരിക അവസ്ഥ. നിൻ്റെ രോഗം നിന്നെ തളർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ നിനക്ക് കഴിവില്ലാത്ത രീതിയിൽ നിന്നെ പരിഹാസ്യമാക്കിയ സ്ഥലങ്ങളിൽ ഇതാ ദൈവം നിൻ്റെ സന്നിധാനത്തിൽ നിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. എങ്ങനെയാണെന്നറിയാമോ? ഒരു പുഞ്ചിരിയോടുകൂടി. ദൈവത്തിൻ്റെ പുഞ്ചിരിയെ നോക്കി നിനക്ക് ആശ്വാസം കൊള്ളുവാൻ, അവൻ്റെ മുഖപ്രസാദത്തെ നിനക്ക് വിലയേറിയതായി കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. എങ്ങോട്ട്? ഉന്നതികളിൽ മേൽ നടകൊള്ളുവാൻ തക്കോണം അവൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന നിൻ്റെ കാലുകൾക്ക് ബലം തരുന്നു. നിൻ്റെ ചിന്താഗതി മാറുന്നു. നീ ഒരു വ്യത്യസ്ത മനുഷ്യനായി മാറുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ കൈകൾക്ക് പിടിച്ചുയർത്തുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവം അടിമത്തരത്തിൽ നിന്ന് വിടുവിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് അവർ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം വിടുവിക്കുന്നത്. അവൻ കൈക്ക് പിടിക്കുമ്പോൾ നിനക്ക് നടക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവൻ്റെ മുഖപ്രസാദ രക്ഷ നിനക്ക് വിലയേറിയതായി തോന്നുന്നുണ്ടെങ്കിൽ, അവൻ്റെ സാമീപ്യം നിനക്ക് വിലയേറിയതായി തോന്നുന്നുണ്ടെങ്കിൽ, നിൻ്റെ രക്ഷയുടെ ആരംഭം അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പുഞ്ചിരിയെ കണ്ട് അത് വിലയേറിയതായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവൻ്റെ മുഖപ്രസാദ രക്ഷ ഒരു മനുഷ്യൻ രക്ഷിക്കുന്നത് പോലെയല്ല. അവൻ്റെ പുഞ്ചിരി ഒരു സാധാരണ മനുഷ്യൻ, ഒരു വഴിപോക്കൻ നിന്നെ ഒരു പേരിന് വേണ്ടി, താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി നിന്നെ ചിരിച്ചു കാണിക്കുന്ന പോലെ അല്ല. ദൈവം നിന്നെ നോക്കി അത് പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിത്യമായ രക്ഷയുടെ ആരംഭത്തോടു കൂടിയാണ്. നീ കിടന്ന കുഴഞ്ഞ ചെറ്റിൽ നിന്നും, നിൻ്റെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുന്നതിന് വേണ്ടി വന്നതാണ്. അവൻ്റെ പുഞ്ചിരിയെ കാണുവാൻ ഈ പ്രഭാതത്തിൽ നിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമോ? പ്രിയപ്പെട്ട ദൈവ പൈതലേ, അനേകർ നിന്നെ പരിഹസിച്ചും കൊണ്ട് യാത്രയായി, അനേകർ നിന്നെ തുപ്പി, അനേകർ നിന്നെ പള്ളു പറഞ്ഞു, അനേകർ നിന്നെ വേണ്ട എന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു. പക്ഷെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിരാശ വർദ്ധിച്ചപ്പോൾ ഇതാ ഒരുവൻ മാത്രം അവൻ പുഞ്ചിരിയോടെ നിൻ്റെ സന്നിധാനത്തിൽ വരുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നിൻ്റെ സഹോദരൻ, അവൻ നിൻ്റെ കൂട്ടുകാരൻ, അവൻ നിൻ്റെ രക്ഷകൻ, അവൻ നിൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ നിൻ്റെ ദൈവം എന്ന് നിനക്ക് ഏറ്റുകൊള്ളുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നീ കടന്നു വരുമ്പോൾ നിൻ്റെ രക്ഷ സമ്പൂർണ്ണമായ ഒരു പാതയിലേക്ക് നടകൊള്ളുവാൻ ആരംഭിക്കുകയായി. ഗോഡ് ബ്ലെസ് യു.